തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി ജിനീഷിന്റെ വീടെന്ന സ്വപ്നത്തിന് യൂണിയൻ പ്രവർത്തകർ തടയിടുന്നതായി പരാതി. ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി ഉൾപ്പെടെ ആവശ്യപ്പെട്ടതോടെയാണ് വീട് നിർമ്മാണം പ്രതിസന്ധിയിലായത്. ഏതൊരു കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്ന ഭഗവതി നട സ്വദേശി ജിനീഷ് സ്മൃതി ദമ്പതികൾക്കാണ് ഈ ദുരവസ്ഥ. ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് കുടുംബം വീട് നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് നോക്കുകൂലി ഉൾപ്പെടെ പലപ്പോഴായി ജിനീഷ് യൂണിയൻ പ്രവർത്തകർക്ക് നൽകിയിരുന്നു. എന്നാൽ ചുമട്ടുതൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെട്ടതോടെ ജിനീഷ് നെയ്യാറ്റിൻകര ലേബർ ഓഫീസിനെ സമീപിക്കുകയായിരുന്നു. ചെറുതായിട്ട് എന്തെങ്കിലും സാധനം വന്നാൽ പോലും അവരെ ഇറക്കത്തുള്ളൂ, അവരുടെ അവകാശമാണ്, ഇതാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശാന്തമായിട്ടുള്ള കൂലി. അപ്പം ഞാൻ ലേബർ ഓഫീസിൽ പോയായിരുന്നു. അസിസ്റ്റന്റ് ലേബർ ഓഫീസറെ കണ്ടപ്പോഴത്തേക്കും മേഡം എനിക്ക് അവിടെ നിന്ന് ഒരു പേപ്പർ തന്നായിരുന്നു. അതായത് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് എനിക്ക് എൻ്റെ വീടിനുള്ള പണിക്കുള്ള സാധനങ്ങൾ ഇറക്കാനായിട്ട്. അപ്പം അങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും ഒരു 1-2 ആഴ്ച ഇവരുടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരാൾ യൂണിയനിലുള്ള ഒരാളാണെന്ന് പറയുന്നു. പക്ഷെ അവർ വന്നിട്ട് മദ്യപിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ഇവിടെ ഈ പണി തുടരാൻ പറ്റത്തില്ല എന്നും, അങ്ങനെ തുടരുകയാണെങ്കിൽ അവർ തന്നെ സാധനം ഇറക്കുമെന്നും, അല്ലാതെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പണിക്ക് തടസ്സമായിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയായിരുന്നു. വീട് വെക്കുന്നതിന് ഉടമസ്ഥന് ഇഷ്ടമുള്ള തൊഴിലാളികളുടെ സേവനം ഉറപ്പുവരുത്താമെന്ന് ലേബർ ഓഫീസർ രേഖാമൂലം കത്ത് നൽകിയിട്ടും ഫലമുണ്ടായില്ല. മുതിർന്ന നേതാക്കൾ യൂണിയൻകാർക്ക് പിന്തുണയുമായി എത്തിയതോടെ പോലീസും മൗനത്തിലായെന്നാണ് ജിനീഷ് പറയുന്നത്. യൂണിയൻകാർക്ക് പണം നൽകി വീണ്ടും സാധനങ്ങൾ ഇറക്കേണ്ടി വന്നെങ്കിലും ഇവർക്കെതിരെ പരാതി നൽകിയ വൈരാഗ്യത്തിൽ നിർമ്മാണ സാമഗ്രികൾ നശിപ്പിച്ച് സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും ജിനീഷ് പറയുന്നു. അതേസമയം യൂണിയന്റെ ധിക്കാര നടപടിക്കെതിരെയും പോലീസിനെ ആക്രമിച്ച സംഭവത്തിലും കേസെടുത്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന പരാതിയുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.